ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണയായി മലയാളി വീട്ടമ്മമാർക്കെല്ലാം തന്നെ പലതരം വിഭവങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. പലതരം എന്ന് വെച്ചാൽ ഇപ്പോഴത് ട്രെൻഡ് കൂടി വരികയാണ്. സാധാരണയായിട്ട് നമ്മൾ കടകളിൽ വാങ്ങുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ തയ്യാറാക്കിയാൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് വീട്ടമ്മമാരെ എനിക്കറിയാം. കാര്യം അത് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം മോഡേണാണ്. ഒരുപാട് കാര്യങ്ങൾ, ആധുനികമായ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പല മെഷീനറി ആയിട്ടാണെങ്കിലും, ഇപ്പോൾ കുക്കിംഗ് യുട്ടൻസിൽസ് ആണെങ്കിലും, പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പം പലതരം ഇലക്ട്രിക് അവൻസ്, ഇങ്ങനെ എല്ലാം വിപണിയിൽ സുലഭമായി കിട്ടുന്ന കാര്യം. അതേസമയം വളരെ നാടനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. ഈ നാടനോടുള്ള ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക പതിവാണിപ്പോൾ. അപ്പോൾ ഈ പേസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പേസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഏത് ബേക്കറിയിലാണ് ഇപ്പോഴത്തേക്ക് ബേക്കറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ടൈപ്പ് ബേക്കറി അല്ല, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുള്ള ബേക്കറികൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ നല്ല ഭംഗിയുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾക്ക് മുന്നിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം പേസ്ട്രീസ് അവിടെ പോയി വാങ്ങുമ്പോൾ നല്ല വിലയുമാണ്. അതേസമയം നമ്മൾ അതിൻ്റെ ഭംഗി കണ്ട് വാങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ വീട്ടിൽ ഇതൊക്കെ തയ്യാറാക്കാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നേനെ അല്ലേ? അങ്ങനെയുള്ള ചില പേസ്ട്രീസൊക്കെ നമ്മൾ വീട്ടിൽ പരീക്ഷിക്കണം. അപ്പോൾ അത്തരം ഒരു പേസ്ട്രിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു പേസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു കേക്കെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായൊരു കേക്ക്സിൻ്റെ കാറ്റഗറിയിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പേസ്ട്രീസിന് കുറച്ച് വ്യത്യാസം, മധുരമാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പേര് തന്നെ ലെമൺ ബാസ് എന്നാണ് കേട്ടിരിക്കുന്നത്. ലെമൺ ബാറാവാം, അല്ലെങ്കിൽ ലെമൺ സ്ക്വയർ ആകാം. അത് ഇഷ്ടമുള്ള ആകൃതിയിൽ എങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് അതനുസരിച്ചിട്ട്. അപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെയുള്ള ഒരു യെല്ലോ കളർ, മഞ്ഞ നിറത്തിലുള്ള ലെമൺ ബാർ, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേസ്ട്രിക്ക് വേണ്ട ചേരുവകൾ: മൈദ മാവ് 2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, കോൺഫ്ലവർ 2 ടീസ്പൂൺ, വെണ്ണ 200 ഗ്രാം, ഉപ്പ് 1 നുള്ളിൻ്റെ പകുതി. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ: മുട്ട 4 എണ്ണം, പഞ്ചസാര 1/2 കപ്പ്, മൈദ മാവ് 3 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 3 ടേബിൾ സ്പൂൺ, ലെമൺ യെല്ലോ കളർ 1/2 ടീസ്പൂൺ, പശുവിൻ പാൽ 1/4 കപ്പ്, നാരങ്ങാത്തൊലി ചുരണ്ടിയത് 1/2 ടീസ്പൂൺ. അപ്പോൾ നമുക്കിനി ആ ലെമൺ പേസ്ട്രി തയ്യാറാക്കാം. അപ്പോൾ ലെമൺ ബാസ്, BARS എന്നാണ് പേര്. അല്ലെങ്കിൽ ലെമൺ സ്ക്വയർസ് എന്നല്ല, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതൊരു ലെമൺ പേസ്ട്രിയാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു പേസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ബേസ് തയ്യാറാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സെക്കൻഡ് ലെയർ പോലെ ഫില്ലിങ് ഒഴിച്ചിട്ട് വീണ്ടും ഒരു ബേക്കിംഗ് നടത്തുമ്പോൾ അത് സെക്കൻഡ് ലെയറായിട്ട് മാറും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 2 തട്ടായിട്ടാണ് ഇങ്ങനെ വരുന്നത്. മുറിച്ച് വരുമ്പോൾ 2 കളറിൽ 2 ലെയറായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ബേസ് എന്ന് പറഞ്ഞ പേസ്ട്രിക്ക് മൈദ മാവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്കൊരു മാവ് തയ്യാറാക്കാം. ഒരു ഡോ പോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ 2 കപ്പ് മൈദ അളന്ന് വെച്ചതാണ്. ഈ 2 കപ്പ് മൈദ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടി വലിയൊരു പാത്രം. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ മെഷറിങ് കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml, അതിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. ലെവലായിട്ട്, അതായത് മുകൾ ഭാഗം ഇങ്ങനെ തട്ടി നിരപ്പാക്കിയത്, ഇങ്ങനെ കുമിച്ചല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ മാവിൽ 1 നുള്ളിൻ്റെ പകുതി ഉപ്പെന്ന് പറഞ്ഞാൽ ഇതൊരു മധുരമാണ്. ഉപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ലേശം, അതൊക്കെ ഒരു പേരിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതൊരു ആഡംബരം എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു രസത്തിന് ഒരല്പം ഉപ്പ്, 1 നുള്ളിൻ്റെ പകുതിയുടെ പകുതി ചേർത്താലും മതിയാകും. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ, 2 ചെറിയ സ്പൂൺ, കോൺഫ്ലവർ 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്തു. ഇപ്പോൾ 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 നുള്ളിൻ്റെ പകുതി ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര, പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ യോജിപ്പിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ആ പേസ്ട്രി അങ്ങോട്ട് തയ്യാറാക്കാൻ പോകുന്നത്. പേസ്ട്രി ചെയ്യാനായിട്ട് പറ്റുന്നിടത്തോളം നല്ല കട്ടിയുള്ള വെണ്ണ, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുറച്ച് ഹാർഡൻഡ് ആയിട്ടിരിക്കുന്നത്, അതായത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. സോഫ്റ്റ് വെണ്ണയിൽ കാട്ടിലും നല്ലതാണ്. 200 ഗ്രാം വെണ്ണ, ഇതിപ്പോൾ 200 ഗ്രാമാണ് കൃത്യമായി പറഞ്ഞാൽ. അത് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട്
യോജിപ്പിക്കാം. തിരുമ്മി എടുക്കുക. നമ്മൾ പുട്ടിൻ്റെ മാവെല്ലാം നനയ്ക്കുന്ന പോലെ ചെയ്യണം. ഇതിങ്ങനെ നന്നായിട്ട് ഈ മാവിൻ്റെ കൂടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ക്രംപിൾസ് പോലെ വരും. ഇനി നമ്മളിതിനെ കുഴച്ച് ഉരുട്ടി പരത്തി അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ പൈ ഡിഷിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കുന്നില്ല. അതിന് പകരം ഒരു ട്രേ റെഡിയാക്കി വയ്ക്കാം. ഒരു ട്രേ, ഒരു അലൂമിനിയം, ഇറ്റാലിയം, എന്താണെങ്കിലും കുഴപ്പമില്ല, സിലിക്കോണിൻ്റെ ആകാം, എന്താണെങ്കിലും. ഇതിപ്പോൾ എൻ്റെ ഒരു ഇറ്റാലിയം ട്രേ ആണ്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം. ഇനി ഈ തയ്യാറാക്കിയ പേസ്ട്രി കൂട്ട് ഇതിലേക്കിങ്ങനെ ആദ്യം നമുക്കിങ്ങനെ നിരത്താം. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ കുഴച്ച് പരത്തിയെടുക്കുന്ന ആ മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പേസ്ട്രി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ബാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപോലെ ഈവനായിട്ട് ആദ്യം ഇങ്ങനെ നിരത്തുക. അപ്പോൾ നമ്മളിങ്ങനെ പേസ്ട്രി ബേസിക്കിനെ നിരത്തി കഴിഞ്ഞു. അപ്പോൾ പരത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഇനിയാണ് പരത്തൽ ചെയ്യാൻ പോകുന്നത്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്തായാലും ഇത് സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആണ്. നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു, പരത്തിയില്ല, കുഴച്ചില്ല, അങ്ങനെ ഒന്നും ഉരുട്ടിയെടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ പ്രസ് ചെയ്താൽ നല്ലതായിട്ട് വഴങ്ങും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇത് ബേക്കായി കഴിഞ്ഞാൽ നല്ല ഉറച്ച ഷേപ്പിലിരിക്കണം. അതിൽ ക്രാക്കൊന്നും കഴിയുന്നിടത്തോളം അതിൽ വെട്ടലൊന്നും എന്താ പറയുക, വെടിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോഴേ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ നമ്മുടെ പേസ്ട്രി ബേസ് എങ്ങനെയുണ്ട്? നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കിടക്കുന്നൊരു ഇലക്ട്രിക് അവനിൽ ഒരു 180 ഡിഗ്രി ചൂടിൽ 20 മുതൽ 40 മിനിറ്റ് സമയം വരെ ഞാൻ പറയുന്നു. കാര്യം പല ഇലക്ട്രിക് അവനിലും പല അത്ര സമയം പല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒരു 20, 30, 40 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഇതൊന്ന് ഉറയ്ക്കണം. സൈഡ്സിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട്, ബ്രൗൺ ആവണം എന്നില്ല, ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ ഇത് സെറ്റായി എന്നാണ് അർത്ഥം. അതുവരെ ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ചൂടായി കിടക്കുന്ന അവനിലേക്ക് മാറ്റും. അപ്പോൾ ഒരു പ്രീ ഹീറ്റഡ് അവനിലേക്ക്, പ്രീ ഹീറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് വയ്ക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം ഒരു 200 ഡിഗ്രി ചൂടിലൊന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്കാണ് നമ്മൾ പേസ്ട്രി എടുത്ത് വെച്ചിരിക്കുന്ന ബേസ്. അപ്പോൾ നമ്മുടെ പേസ്ട്രി ബേസ് ഒന്ന് ബേക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫില്ലിംഗ് തയ്യാറാക്കണം.